ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നറിയപ്പെടുന്നത്. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. ഏത് നദിയുടെ തീരത്താണ് 1902 കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്? പെരിയാറിൻ്റെ തീരത്ത്. പെരിയാറിൻ്റെ തീരത്താണ് 1902 കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവാരായിരുന്നു? ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ബാലഗംഗാധര തിലകനും മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു. കേരളത്തിൽ 2001 ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ 2001 ഉരുൾപൊട്ടൽ ഉണ്ടായ അമ്പൂരി എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണ്? 450 കോടി വർഷം. ഭൂമിയുടെ ഏകദേശ പ്രായം 450 കോടി വർഷമാണ്. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ്? മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാനാണ്. കടൽ ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 8. കടൽ ജലത്തിന്റെ pH മൂല്യം 8 ആണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്ന പ്രായം എത്രയാണ്? ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് മനുഷ്യരിൽ പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് 21%. നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ്? 15%. നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് 15%. ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന ശരീരാവയവം ഏതാണ്? ത്വക്ക്. ഉദാഹരണം പറഞ്ഞാൽ തവള വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ത്വക്ക് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. കരയിൽ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ്? ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോപ്പൊട്ടാമസ് ആണ്. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യന്റെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? 4 തന്നെയാണ്. പക്ഷികൾക്കും മനുഷ്യനും ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 14. ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14 ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ്? യൂറി ഗഗാറിൻ. റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണ്? ലൈക്ക എന്ന നായയാണ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. എത്ര ദൂരം അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത്? 6 മീറ്റർ. 6 മീറ്റർ ദൂരത്തു നിന്നും വേണം സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത്. ബിഹു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? അസം. ബിഹു എന്നത് അസമിന്റെ ദേശീയ ആഘോഷമാണ്. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്.
കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് സമ്പൂർണ്ണ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല. കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്? വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അടുത്ത തൃതീയ മേഖലയാണ്. തൃതീയ മേഖലയാണ് സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തൃതീയ മേഖല അഥവാ സേവന മേഖലയിൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, ഇതുകൂടാതെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് സേവന മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT എന്നിവയൊക്കെ ഉൾപ്പെടുന്നത് സേവന മേഖലയിലാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം 2006 ആണ്. അന്നജത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. അന്നജത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് ആണ്. നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കുന്ന നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്ന പേരെന്താണ്? ബില്ല്. നിയമനിർമ്മാണ സഭകൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റ്, പിന്നെ സംസ്ഥാനങ്ങളിൽ നിയമസഭകൾ, ഇവയൊക്കെയാണ് നിയമനിർമ്മാണ സഭകൾ. ഇവിടെ അവതരിപ്പിക്കുന്ന നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നത് ബില്ല് എന്ന പേരിലാണ്. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം എത്രയാണ്? 6 മാസം. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം 6 മാസമാണ്. അപ്പോൾ 6 മാസത്തിനപ്പുറം 2 സമ്മേളനങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഒരു ബില്ല് നിയമമാകുന്നത് ആര് ഒപ്പുവെക്കുന്നതോടുകൂടിയാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബില്ല് നിയമം ആകുകയുള്ളൂ. കേരളത്തിൽ സുനാമി ഉണ്ടായത് എന്നാണ്? 2004 ഡിസംബർ 26. കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26 ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം സീസ്മോഗ്രാഫ് ആണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളക്കുന്ന തോത് ഏതാണ്? റിക്ടർ സ്കെയിൽ. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളക്കുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? ചിലി. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് ചിലിയിലാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏത് തരം മിററാണ് അല്ലെങ്കിൽ ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ കോൺവെക്സ് മിററാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്.
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. 78% നൈട്രജനാണ്. രണ്ടാം സ്ഥാനം ഓക്സിജനാണ്. 21% ഓക്സിജന്റെ അളവ്. മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെച്ച പെട്ടികളിൽ വെക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അമോണിയം ക്ലോറൈഡ്. മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെക്കുന്ന പെട്ടികളിൽ ഉപയോഗിക്കുന്ന ഐസിൽ ഒരു രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട്. അത് അമോണിയം ക്ലോറൈഡ് ആണ്. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2 ആണ്. പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 13. പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13 ആണ്. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത്? 22 ദിവസം. മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത്. ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിളർച്ച അഥവാ അനീമിയ. ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. രക്തം കട്ടപിടിക്കുമ്പോൾ ഊറിവരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ടപിടിക്കുമ്പോൾ ഊറിവരുന്ന ദ്രാവകമാണ് സീറം. പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലമുള്ളത്? 90%. പ്ലാസ്മയിൽ 90% ജലമാണ്. കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി ഏതാണ്? തവള. കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി തവളയാണ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ചെകിളപ്പൂക്കളാണ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ്? ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മർദ്ദമാപിനി. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ഏത് തത്വമാണ്? ബെർണോളി തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ബെർണോളി തത്വമാണ്. ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ഏതാണ്? 1644. ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം 1644 ആണ്. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജന്റെ ഓക്സൈഡുകളാണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജന്റെ ഓക്സൈഡുകളാണ്. സമുദ്രജലത്തിന്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിന്റെ എത്ര ശതമാനമാണ്? 96.5%. സമുദ്രജലത്തിന്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിന്റെ 96.5%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിന്റെ അളവ് 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിന്റെ അളവ് എത്രയാണ്? അതും 25% തന്നെയാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിന്റെ അളവും 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവവസ്തുക്കളുടെ അളവ് എത്രയാണ്? 5%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവവസ്തുക്കളുടെ അളവ് 5%. ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലുള്ള ഫംഗസും ബാക്ടീരിയയുമാണ്. ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലെ ഫംഗസും ബാക്ടീരിയയുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ ആണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം.
ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം. സർവരും പഠിക്കുക, സർവരും വളരുക എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർവശിക്ഷ അഭിയാൻ. സർവരും പഠിക്കുക, സർവരും വളരുക എന്നത് സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുനിസിപ്പൽ കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുനിസിപ്പൽ കോടതിയാണ്. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണം നടത്തുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ച സമയം എത്രയാണ്? 108 മിനിറ്റ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ചത് 108 മിനിറ്റാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് എന്നാണ്? 1959 ഒക്ടോബർ 10. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് 1959 ഒക്ടോബർ 10. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ്. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ്. ചെങ്കണ്ണ്, കുഷ്ഠം എന്നീ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ്? സമ്പർക്കം മുഖേന. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി ഏതാണ്? മൂങ്ങ. തല പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി മൂങ്ങയാണ്. നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് എന്തിനാണ്? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ്. നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയാണ്. ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരെന്താണ്? ദാരം. ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേര് ദാരം എന്നാണ്. ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരാണ് ദാരം. ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. വളരെ കുറച്ച് വൈദ്യുതി ആവശ്യമായ ബൾബ് LED ബൾബുകളാണ്. LED ബൾബുകൾക്ക് വളരെ കുറച്ച് വൈദ്യുതിയെ ആവശ്യമുള്ളൂ. വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഊർജ്ജക്ഷമതയാണ്. വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഊർജ്ജക്ഷമതയാണ്. നമ്മൾ ഈ വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നക്ഷത്ര ചിഹ്നങ്ങൾ കൂടുതലുള്ളതാണോ വാങ്ങേണ്ടത്, കുറവുള്ളതാണോ? കൂടുതൽ നക്ഷത്ര ചിഹ്നങ്ങൾ ഉള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് നല്ലത്. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി മാൻഡിലാണ്. സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, മഗ്നീഷ്യം. സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക, മഗ്നീഷ്യം എന്നിവയാണ്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്കയും അലുമിനയും. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക, അലുമിന എന്നിവയാണ്. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്താണ്? ഹൊയാങ്ഹോ.
ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിക്കരയിലാണ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. പുരാതന കാലത്ത് ഏത് രാജ്യത്തെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത്? ഈജിപ്ത്. ഈജിപ്തിലെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത്. മൂത്രത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട്? 96%. മൂത്രത്തിൽ 96% ജലവും 2% യൂറിയയുമാണ് അടങ്ങിയിട്ടുള്ളത്. ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്? 350 തവണ. ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 350 തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ്. ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് എന്താണ്? ഹെപ്പാരിൻ. ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനായി ചേർക്കുന്നത് ഹെപ്പാരിനാണ്. മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29 ആണ്. ഇടുപ്പെല്ല്, തുടയെല്ല് എന്നിവ ചേരുന്ന സന്ധി ഏതാണ്? ഗോളര സന്ധി. ഇടുപ്പെല്ലും തുടയെല്ലും ചേരുന്ന സന്ധി ഗോളര സന്ധിയാണ്. മനുഷ്യന്റെ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നഖവും മുടിയും. മനുഷ്യന്റെ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണ് നഖവും മുടിയും. തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ്? നാസ്തിക ചലനം. തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് നാസ്തിക ചലനത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം ഏതാണ്? ഇന്ത്യ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ്? 1962. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം 1962. ISRO രൂപീകൃതമായ വർഷം ഏതാണ്? 1969. ISRO രൂപീകൃതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാന മന്ദിരം. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1859. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം 1859. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയതാരാണ്? അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ആണ്. ധരാതലീയ ഭൂപടങ്ങളിൽ
തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? വെള്ള. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ്? തവിട്ട് നിറം. കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18. എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം എത്രയാണ്? 2:1. പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം 2:1 ആണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടേൻ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. DNA ഫിംഗർ പ്രിന്റിന്റെ പിതാവ് ആരാണ്? അലക്സ് ജെഫ്രി. DNA ഫിംഗർ പ്രിന്റിന്റെ പിതാവ് അലക്സ് ജെഫ്രി ആണ്. ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി ഏതാണ്? കുരുവി. ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി കുരുവിയാണ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ചാൾസ് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹ്യൂഗോ ഡീവറീസ്. ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവറീസ് ആണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? വയലറ്റ്. പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ്. പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ്. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം എത്ര മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം? 6 മണിക്കൂർ. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? തിളനില കൂടുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു എന്നതാണ്. പ്രഷർ കുക്കറിൽ ആഹാരം എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നതുകൊണ്ട്. പ്രഷർ കുക്കറിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നത് കൊണ്ടാണ്. ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി. ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-ന്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ.
ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ്? 78. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78 ആയിരുന്നു. നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 72. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 72 ആണ്. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ്? 22. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22 ആണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 18 വയസ്സ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറി. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? പെഡോളജി. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നായിരുന്നു? 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 ആയിരുന്നു. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ. കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മാർബിളും സ്ലേറ്റും. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 12 ആണ്. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? ചുവപ്പ്. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ലെസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആഡം സ്മിത്ത്. ലെസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ്. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തവിട്ട് നിറം. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്. ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ്? നീല. ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം നീല നിറമാണ്. ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശീകല. ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ്. കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കല ഏതാണ്? നാരുകല. കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കല നാരുകലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഏത് കോശത്തിന്റെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്? മെരിസ്റ്റമിക കോശങ്ങളുടെ. മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്.
ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുന്നു എന്നതാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിനുള്ള കാരണം. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22 ആണ്. ഭൂഗുരുത്വ ത്വരണം 0 വസ്തു എവിടെ നിൽക്കുമ്പോഴാണ്? ഭൂകേന്ദ്രത്തിൽ. ഭൂഗുരുത്വ ത്വരണം 0 വസ്തു ഭൂകേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ്. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. സിമന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ഏതാണ്? ജിപ്സം. സിമന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ജിപ്സമാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. 1900 ബോക്സർ കലാപം നടന്നത് എവിടെയാണ്? ചൈനയിൽ. 1900 ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ്. തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? ജോൺ ഹേയ്. തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് ആണ്. സന്യാസെന്നിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1911. സന്യാസെന്നിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911 ആണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ചാർലി ചാപ്ലിൻ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ്. ഭാഷാടിസ്ഥാനത്തിൽ 1953 രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ 1953 രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ്? 1952. വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം 1952 ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ജലവും. പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ കാർബണും ജലവുമാണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയതാരാണ്? ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ ആണ്.
കേരളത്തിലെ റംസർ സൈറ്റുകൾ ഏതെല്ലാമാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം എന്നിവയാണ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ജലം ലഭിക്കുന്ന ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ജലം ലഭിക്കുന്ന ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം കർണാടകയിലാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ക്ലോറിൻ, ബ്രോമിൻ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ക്ലോറിനും ബ്രോമിനുമാണ്. ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ. ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ എന്നിവയാണ്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നത് ആഗോളതാപനം എന്നാണ്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ആരാണ്? ജോർജ് എവറസ്റ്റ്. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ജോർജ് എവറസ്റ്റ് ആണ്. ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? പച്ച നിറം. ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ്. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുഴൽക്കിണറിനെ. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം സൂചിപ്പിക്കുന്നത് കുഴൽക്കിണറിനെയാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ഭൂമിയുടെ ഏത് പാളിയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്? കാമ്പ്. ഭൂമിയുടെ കാമ്പാണ് നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ. ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുക. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്നറ്റൈറ്റ് ആണ്. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കുമാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? തലകീഴായി. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തലകീഴായതായിരിക്കും. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ എന്താക്കിയാണ് മാറ്റുന്നത്? രാസോർജ്ജം. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നും. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നുമാണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN ആണ്. IUCNൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ്
എക്സിറ്റ് കൺസർവേഷൻ. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? വൈൽഡ് ലൈഫ് വാർഡൻ. കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വൈൽഡ് ലൈഫ് വാർഡനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗം ഏതാണ്? കോക്ലിയ. ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഏതാണ്? ഗംഗാ സമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഗംഗാ സമതലമാണ്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മെട്രോപൊളിറ്റൻ നഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം എന്നാണ്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം 1991 ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995 ജനുവരി 1. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ്? പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം പ്ലവക്ഷമ ബലമാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണ്? പ്ലവക്ഷമ ബലം. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം പ്ലവക്ഷമ ബലമാണ്. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്താണ്? പ്രതലബലം. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലമെന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ് തേൻ. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണം തേനും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തിന് ഉദാഹരണം മണ്ണെണ്ണയുമാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? വിസ്കോസിറ്റി കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയത് ഏതാണ്? പ്രാഥമിക തരംഗങ്ങളാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയ തരംഗം പ്രാഥമിക തരംഗമാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി ഏതാണ്? വവ്വാൽ. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ലാക്ടോമീറ്ററാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വരുന്നതിന് കാരണം എന്താണ്? കേശികത്വം. മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വരുന്നതിന് കാരണം കേശികത്വം മൂലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലം എന്നാണ്. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ്. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം.
ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം എന്താണ്? പ്രതലബലം മൂലമാണ്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം പ്രതലബലം മൂലമാണ്. ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ്? പ്രതലബലം മൂലമാണ്. ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണം പ്രതലബലം മൂലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് എന്ത് മൂലമാണ്? കേശികത്വം മൂലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് കേശികത്വം മൂലമാണ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്? പാസ്കൽ നിയമം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനമാണ്. പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം എന്നിവയൊക്കെ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഒന്നുകൂടെ പറയാം. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം എന്നിവയൊക്കെ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ലഭിക്കുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണവും വലിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിററുമാണ്. ഇനി വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ചാലകങ്ങൾ എന്ന പേരിലാണ്. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? ചാലകങ്ങൾ എന്നാണ്. വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇൻസുലേറ്റർ എന്നുമാണ്. ഇപ്പോൾ ചാലകങ്ങളുടെ ഉദാഹരണം നമുക്കറിയാം. വെള്ളി, അതുപോലെ അലുമിനിയം, ഇതൊക്കെ ഇരുമ്പ്, ഇതെല്ലാം ഈ ചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇൻസുലേറ്റർ, റബ്ബറൊക്കെ ഇൻസുലേറ്ററിനും ഉദാഹരണമാണ്. വൈദ്യുതിയെ കടത്തിവിടാത്തതാണ് റബ്ബർ, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ. ഇനി മഴവില്ല് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? പ്രകീർണനമാണ്. പ്രകീർണനം എന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം മൂലമാണ് മഴവില്ലുണ്ടാകുന്നത്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം പ്രകീർണനമാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ്? പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ. സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതുപോലെ കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഒരു കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, അതുപോലെ കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ എപ്പോഴും ആകർഷിക്കുകയും ചെയ്യുന്നു. ആകർഷിക്കുന്നത്, ഒരുമിച്ച് മുട്ടുന്നത് വിജാതീയ ധ്രുവങ്ങളാണ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലെവ് ട്രെയിനുകൾ. ഇതിൻ്റെ പൂർണ്ണമായൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്നാണ്. ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ഒരുതരം ട്രെയിനാണ് മാഗ്ലെവ് ട്രെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ
ട്രെയിനുകൾ. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്ത് ഒരു ഉപകരണം നിർമ്മിക്കാൻ വേണ്ടിയാണ്. എന്തിൻ്റെ ഉപകരണമാണ്? എൻഡോസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം അത് ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് എൻഡോസ്കോപ്പ് എന്ന മെഡിക്കൽ രംഗത്തെ ഉപകരണം നിർമ്മിക്കാനാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? രോഗനിർണയം, ശരീരത്തിൽ മരുന്നിൻ്റെ പ്രവർത്തനം അറിയാൻ, പിന്നെ വാർത്താവിനിമയ രംഗത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? മെഡിക്കൽ ഫീൽഡിൽ രോഗനിർണയം നടത്താനും അതുപോലെ ശരീരത്തിൽ മരുന്നിൻ്റെ പ്രവർത്തനം അറിയാനും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന ഏത് രാജ്യമാണ്? ഡെൻമാർക്കാണ്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ജർമ്മനി. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ജർമ്മനിയാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ഏതാണ്? കോൺകേവ് റിഫ്ലക്ടർ. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടറാണ് കോൺകേവ് റിഫ്ലക്ടർ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കഞ്ചിക്കോടും രാമക്കൽമേടും. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ കഞ്ചിക്കോടും രാമക്കൽമേടുമാണ്. ഇതിൽ കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാടും. രാമക്കൽമേട് ഇടുക്കി ജില്ലയിലുമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക ഏതാണ്? പൊട്ടാസ്യം സയനൈഡ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക പൊട്ടാസ്യം അയഡൈഡ് ഗുളികളാണ്. അതുപോലെ ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന ഘടകം എന്താണ്? അയഡിനാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന ഘടകം അയഡിനാണ്. ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഏതെല്ലാമാണ്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവയാണ്. ഗ്രാമീണ മേഖലയിലുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിലുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതി ഏതാണ്? അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി. AAY എന്ന് പറയും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ നിരക്കിലും നൽകുന്ന പദ്ധതിയാണ്
AAY, അതായത് അന്ത്യോദയ അന്ന യോജന പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതാണ്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ച വർഷം 2013 ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ദാദാബായി നവറോജി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാബായി നവറോജിയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല എന്ന് പറയുന്നത്. 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് സാമ്പത്തിക മേഖലയാണ്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഒന്നാമത്തെ മേഖലയായ പ്രാഥമിക മേഖല. ഈ മേഖല തന്നെയാണ് കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അടുത്തത്, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ആണ് ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വ്യവസായ മേഖലയൊക്കെ ദ്വിതീയ മേഖലയാണ്. അപ്പോൾ ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യവസായ മേഖല. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. ഈ തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല അഥവാ സേവന മേഖല. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ സാമ്പത്തിക മേഖലയെ 3ആയി തിരിച്ചിരിക്കുന്നു: പ്രാഥമിക മേഖലയെന്നും ദ്വിതീയ മേഖലയെന്നും തൃതീയ മേഖലയെന്നും. പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു. തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവയാണ്. ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം എന്നിവയാണ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, IT എന്നിവയാണ്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ജോഹന്നാസ് കെപ്ലർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ജോഹന്നാസ് കെപ്ലർ ആണ്. മാവിൻ്റെ കൊമ്പ് കുലുങ്ങുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നതിന് കാരണം എന്താണ്? നിശ്ചല ജഡത്വം. മാവിൻ്റെ കൊമ്പ് നമ്മൾ കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാങ്ങ അടർന്നു വീഴുന്നതിനുള്ള കാരണം നിശ്ചല ജഡത്വമാണ്. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം എന്താണ്? മീഥെയ്നാണ്. പ്രകൃതിവാതകത്തിലെ മുഖ്യ ഘടകം മീഥെയ്നാണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. നമുക്കറിയാവുന്നതാണ്, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തീ അണയ്ക്കാൻ സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ചുവപ്പ് വർണ്ണം
ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 42.7 ഡിഗ്രിയാണ്. ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ 42.7 ഡിഗ്രിയാണ്. വയലറ്റ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 40.8 ഡിഗ്രിയാണ്. വയലറ്റ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ 40.8 ഡിഗ്രിയാണ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ്? ചുവപ്പ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ചുവപ്പും മഴവില്ലിൻ്റെ അകവശത്ത് കാണപ്പെടുന്ന നിറം വയലറ്റുമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. മറ്റു വർണ്ണങ്ങൾ ചേർന്ന് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ദ്വിതീയ വർണ്ണങ്ങൾ എന്നാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന നിറങ്ങളാണ് ഈ ദ്വിതീയ വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മഞ്ഞ, സിയാൻ, മജന്ത എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണങ്ങൾ മഞ്ഞ, സിയാൻ, മജന്ത എന്നിവയാണ്. ഇതിൽ മഞ്ഞ നിറം ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടായതാണ്? ചുവപ്പും പച്ചയും. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാണ് ഈ ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദ്വിതീയ വർണ്ണമായ മഞ്ഞ നിറം ഉണ്ടായിരിക്കുന്ന ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാണ്? ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞ ഉണ്ടാകുന്നു. ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞ നിറം ഉണ്ടാകുന്നു. പച്ചയും നീലയും ചേർന്നാണ് സിയാൻ നിറം ഉണ്ടാകുന്നത്. പച്ചയും നീലയും ചേർന്ന് സിയാൻ. നീലയും ചുവപ്പും ചേർന്ന് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ് മജന്ത. നീലയും ചുവപ്പും ചേർന്നാണ് മജന്ത നിറം ഉണ്ടാകുന്നത്. 3 പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് ധവളപ്രകാശം എന്നറിയപ്പെടുന്നത്. അത് വെള്ള നിറമാണ്. 3 പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ധവളപ്രകാശം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 0.0625 സെക്കൻഡ് അല്ലെങ്കിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ്? വീക്ഷണ സ്ഥിരത. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം അഥവാ ഓറിക്കിളുകൾ. മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഏട്രിയം അഥവാ ഓറിക്കിളുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിളുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിളുകൾ എന്ന പേരിലാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ബൈകസ്പിഡ് വാൽവാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ബൈകസ്പിഡ് വാൽവാണ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൽവാണ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ട്രൈകസ്പിഡ് വാൽവാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏത് അവയവമാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരളാണ്. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. പ്ലീഹയുടെ നിറം എന്താണ്? പർപ്പിൾ നിറം. പ്ലീഹയുടെ നിറം പർപ്പിൾ നിറമാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 വരെ മില്ലിഗ്രാം 100 മില്ലിലിറ്റർ രക്തത്തിൽ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 100 മില്ലിലിറ്റർ രക്തത്തിൽ 9നും 11നും ഇടയ്ക്ക് മില്ലിഗ്രാം കാൽസ്യമാണ് ഉള്ളത്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്?
ഓക്സിറ്റോസിനാണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്? നിക്കൽ. നിക്കൽ എന്ന ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് മോൺസ് പ്രക്രിയ. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാണ്? കടും നീല നിറം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടും നീല നിറം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിലുള്ള മഴയും ഉള്ള കാലാവസ്ഥയാണ് ഈ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് ഇടയിൽ ഉള്ള താപനിലയും ചെറിയ തോതിലുള്ള മഴയുമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തിനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്? ഉരുൾപൊട്ടൽ. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്താണ്? ആൽക്കലികളുമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളും ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലികളുമാണ്. കണ്ണുനീരിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. കണ്ണുനീരിൻ്റെ pH മൂല്യം 7.4 ആണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ആണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം എന്ന പേരിലാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം എന്ന പേരിലാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അരിപ്പ കിണറുകൾ എന്നാണ്. ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷി അറിയപ്പെടുന്ന പേരെന്താണ്? സുഷിരിതാവസ്ഥ. ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ സവിശേഷതയാണ് സുഷിരിതാവസ്ഥ എന്നറിയപ്പെടുന്നത്. ഈ സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ്? കളിമണ്ണ്. സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം കളിമണ്ണാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നതിന് കാരണമെന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ 71% ജലം ആയതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൂമി നീലഗ്രഹം എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിൽ കൂടുതലായി ജലമാണുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 71% ജലമാണ്.
ജീവൻ ആദ്യമായി ഉണ്ടായത് എവിടെയാണെന്നാണ് കരുതപ്പെടുന്നത്? ജലത്തിൽ. ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ ഏതെല്ലാമാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവയാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെല്ലാമാണ്? MJ സ്ലീഡൻ, തിയോഡർ ഷാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെല്ലാമാണ്? MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്നാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ സ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡനാണ്. ഏത് വർഷമാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത്? 1838 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാനാണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. ഏത് വർഷമാണ് കണ്ടെത്തിയത്? 1839. കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും ആരാണ്? റോബർട്ട് ബ്രൗൺ. 1831 കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും റോബർട്ട് ബ്രൗൺ ആണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്ത് എന്താണ്? SI യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്സ്. സാധാരണ കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ്? 1 ലിറ്റർ കടൽ ജലത്തിൽ 35 ഗ്രാം ഉപ്പാണ് ഉള്ളത്. 1 ലിറ്റർ കടൽ ജലത്തിലെ ഉപ്പിന്റെ അളവ് 35 ഗ്രാം ആണ്. മൊബൈൽ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് ഏതാണ്? DC, ഡയറക്റ്റ് കറണ്ട്. മൊബൈൽ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് DC ആണ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? മലനാട്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് എന്ന പേരിലാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയെ 3ആയി തിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലനാടാണ്. അതാണ് ഈ 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഉപാധി എന്താണ്? മാധ്യമങ്ങൾ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങൾ പത്രം, റേഡിയോ, TV എല്ലാം മാധ്യമങ്ങളിൽ ഉൾപ്പെടും. ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭകളാണ്. അതുപോലെ നഗരസഭകളിലാണെങ്കിൽ ഇതിന് തത്തുല്യമായി ഗ്രാമസഭയ്ക്ക് പകരം വാർഡ് സഭകളാണുള്ളത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ. ജനാധിപത്യ ഭരണം എന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടതെന്നാണ്? 2014 ജൂണിൽ. തെലങ്കാന സംസ്ഥാനം രൂപമെടുത്തത് 2014 ജൂണിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിൽ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. പൊങ്കൽ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന ആഘോഷമാണ്? തമിഴ്നാട്. പൊങ്കൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. സമുദ്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ശ്രീലങ്ക, മാലദ്വീപ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയുമായി കര അതിർത്തി ഇല്ലാതെ സമുദ്രത്തിന്റെ മാത്രം അതിർത്തിയുള്ള അയൽ രാജ്യങ്ങൾ ശ്രീലങ്കയും മാലദ്വീപുമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം അറിയപ്പെടുന്നത് ബീജമൂലം എന്ന പേരിലാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ്. മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന വിത്തിന്റെ ഭാഗമാണ് ബീജമൂലം. അപ്പം ഒരു വിത്ത് നമ്മൾ നട്ടു, അതിൽ നിന്നും ആദ്യം പൊട്ടിമുളയ്ക്കുന്ന അതിൻ്റെ വേരുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ വേര് വന്നതിന് ശേഷമേ മുകളിലോട്ട് മുളയ്ക്കാറുള്ളൂ. അപ്പോൾ മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ആ വിത്തിൻ്റെ ഭാഗം ആണ് ബീജമൂലം. ഇതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കാണാവുന്ന ഭാഗം, അതാണ് ബീജശീർഷം. ഇപ്പോൾ താഴോട്ട് പോകുന്നത് ബീജമൂലവും മുകളിലേക്ക് വരുന്ന നമുക്ക് കാണാവുന്ന ഭാഗമാണ് ബീജശീർഷം. ഈ ബീജശീർഷമാണ് പിന്നീട് കാണ്ഡമായി മാറുന്നത്. ഒരു പ്ലാവ് തന്നെ നമ്മൾ നട്ടാൽ അതിൻ്റെ മുകളിലോട്ട്
കിളിച്ചു വരുന്ന ഭാഗം നമുക്കറിയാം, അതിനെ ബീജശീർഷം എന്ന് വിളിക്കുന്നു. പിന്നെ അതിൻ്റെ വലിയ തടി ആയി മാറുന്നത്, കാണ്ഡമായി മാറുന്നത് ഈ ബീജശീർഷമാണ്. ബ്രെയിൻ ലിപി വികസിപ്പിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയിസ് ബ്രെയിൻ. ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയിസ് ബ്രെയിൻ ആണ്. പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത് ഏത് അവയവം ഉപയോഗിച്ചാണ്? നാക്കുപയോഗിച്ച്. പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത് നാക്കുപയോഗിച്ചാണ്. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിൽ. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ണിലെ റെറ്റിനയിലാണ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താമെന്ന് പറഞ്ഞത് ആരാണ്? ആർക്കമിഡീസ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താം എന്ന് പറഞ്ഞത് ആർക്കമിഡീസ് ആണ്. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? 1993. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1993-ലാണ്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. നീലവിപ്ലവം മത്സ്യ ഉൽപാദനവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നീല വിപ്ലവം. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല. മണ്ണ് ഉപയോഗിക്കാതെ ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? ഹൈഡ്രോപോണിക്സ്. മണ്ണ് ഉപയോഗിക്കാതെ ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? എയറോപോണിക്സ്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ്? ആട്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ആടിൻ്റെ ഇനങ്ങളാണ്. ആസാമിൻ്റെ അഭിമാനം എന്നറിയപ്പെടുന്ന പട്ട് ഏതാണ്? മുഗാപ്പട്ട്. ആസാമിൻ്റെ അഭിമാനം എന്നറിയപ്പെടുന്ന പട്ട് മുഗാപ്പട്ടാണ്. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ്? പശു. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നിവ പശുവിൻ്റെ ഇനങ്ങളാണ്. വെറുമൊരു ആത്മകഥം എന്നത് ആരുടെ കവിതയാണ്? ONV കുറുപ്പ്. വെറുമൊരു ആത്മകഥം എന്നത് ONV കുറുപ്പിൻ്റെ കവിതയാണ്. ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി എത്രയാണ്? 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. ഗാൽട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? 30,000 ഹെർട്സ്. ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 30,000 ഹെർട്സ് ആണ്. വവ്വാലുകൾ രാത്രിയിൽ സഞ്ചരിക്കുന്നത് ഏത് ശബ്ദ തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ. വവ്വാലുകൾ രാത്രിയിൽ സഞ്ചരിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഏത് ശബ്ദ തരംഗങ്ങളാണ് പുറത്തു വരുന്നത്? ഇൻഫ്രാസോണിക്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം ഏതാണ്? റേഡിയോ തരംഗം. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം റേഡിയോ തരംഗമാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരളാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നം ഏതാണ്? അമിനോ ആസിഡ്. പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നമാണ് അമിനോ ആസിഡ്.
എന്നാൽ കൊഴുപ്പ് ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നം ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നം അമിനോ ആസിഡ് ആണെങ്കിൽ കൊഴുപ്പ് ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നം ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച ആരാണ്? വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? വി.ഒ. ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരം പിള്ളയാണ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിൽ. തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? വി.ഡി. സവർക്കർ. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി.ഡി. സവർക്കർ ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? രസബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആണ്. ധരാതലീയ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? മഞ്ഞ. ധരാതലീയ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ നിറമാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഡിസംബർ 24. ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24 തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും പ്രധാന ഘടകം എന്താണ്? ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും പ്രധാന ഘടകം ഹൈഡ്രജൻ ആണ്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയയാണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചതാരാണ്? റേച്ചൽ കഡ്സൺ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കഡ്സൺ ആണ്. അമേരിക്കയിൽ DDT നിരോധിച്ചത് ഏത് വർഷമാണ്? 1972. അമേരിക്കയിൽ DDT നിരോധിച്ചത് 1972 സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടം. സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മലനിര പശ്ചിമഘട്ടമാണ്. കൃത്രിമകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. കൃത്രിമകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡാണ്. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേരെന്താണ്? കൂണി കൾച്ചർ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര് കൂണി കൾച്ചർ എന്നാണ്. ഗ്രേ ജയൻ്റ്, വൈറ്റ് ജയൻ്റ് എന്നിവ എന്തിൻ്റെ ഇനങ്ങളാണ്? മുയൽ. ഗ്രേ ജയൻ്റ്, വൈറ്റ് ജയൻ്റ് എന്നിവ മുയലിൻ്റെ ഇനങ്ങളാണ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം എന്താണ്? കാർബോഹൈഡ്രേറ്റ്. ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം കാർബോഹൈഡ്രേറ്റ് ആണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം എന്താണ്? കടും നീല നിറം.
അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല നിറമാണ്. ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷമാണ്? 12 വർഷം. ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറഞ്ഞാൽ 12 വർഷത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏതാണ്? നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല നാഡീകലയാണ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്പതനം. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകം ആകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഉത്പതന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പാറ്റ ഗുളിക, അയഡിൻ, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്. ഉത്പതന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പാറ്റ ഗുളിക, അയഡിൻ, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ് എന്നിവയാണ്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ്. ആഹാരപദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ. ആഹാരപദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലുകളാണ്. മനുഷ്യൻ്റെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. മനുഷ്യന് ആകെ 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ്? 6 മീറ്റർ. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശ നീളം 6 മീറ്ററാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിൻ്റെ ദഹനം പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? വായിൽ വെച്ചാണ്. ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ നിന്നും ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിനുമാണ്. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് അറിയപ്പെടുന്നത്. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതിയുടെ രചയിതാവ് ഇന്ദുചൂടനാണ്. ആവാസ വ്യവസ്ഥയുടെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവവിഭാഗം പക്ഷികളാണ്. ആവാസ വ്യവസ്ഥയുടെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവവിഭാഗമാണ് പക്ഷികൾ. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ആരാണ്? വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി റോസൻ ആണ്. റേച്ചൽ കഴ്സൺ രചിച്ച നിശബ്ദ വസന്തം എന്ന പുസ്തകം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 1962. റേച്ചൽ കഴ്സൺ രചിച്ച നിശബ്ദ വസന്തം, അതിൻ്റെ മറ്റൊരു പേരാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം പുറത്തിറങ്ങിയ വർഷം 1962 നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് റേച്ചൽ കഴ്സൺ രചിച്ച നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന ബുക്ക്.
അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് തന്നെ ഈ ഒരു പുസ്തകമാണ്. മനുഷ്യൻ്റെ ശരാശരി ഗർഭകാലം എത്രയാണ്? 270 മുതൽ 280 ദിവസം വരെ. മനുഷ്യൻ്റെ ശരാശരി ഗർഭകാലം 270 മുതൽ 280 ദിവസം വരെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരകാലം എപ്പോഴാണ്? 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരകാലം എന്ന് പറയുന്നത് 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്നത് ഏത് രക്താണുവിലാണ്? അരുണ രക്താണു. അരുണ രക്താണു അഥവാ ചുവന്ന രക്താണു. ഇതിലാണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്നത്. സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധം ഉളവാക്കുന്ന കാലഘട്ടം ഏതാണ്? കൗമാര കാലഘട്ടം. സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധം ഉള്ളവരാകുന്ന കാലഘട്ടം കൗമാര കാലഘട്ടമാണ്. ഭക്ഷണം കഴിക്കാത്തത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? അനോറെക്സിയ. ഭക്ഷണം കഴിക്കാത്തത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരം എന്താണ്? ജലമാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരം ജലമാണ്. പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ജലം. പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥം ജലമാണ്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം എത്ര ശതമാനം ജലമാണ് അടങ്ങിയിരിക്കുന്നത്? 25%. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം എത്ര ശതമാനം ജലമാണ് അടങ്ങിയിരിക്കുന്നത്? 25%. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ജ്വലനത്തിന് ആവശ്യമായ വാതകം ഏതാണ്? ഓക്സിജൻ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് എന്തുവഴിയാണ്? ജ്വലനം വഴി. ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്നത് ജ്വലനം വഴിയാണ്. പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം. പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരിയും പെട്രോളിയവും. ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യമാണ് തെങ്ങ്. ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യമാണ് തെങ്ങ്. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? ലിറ്റർ. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ലിറ്ററാണ്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് സമുദ്രജലം? 96.5%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 96.5% സമുദ്രജലമാണ്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം? 3.5%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 3.5% ശുദ്ധജലത്തിൻ്റെ അളവ്. കേരളത്തിൻ്റെ ശരാശരി വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. കേരളത്തിൻ്റെ ശരാശരി വർഷപാതം, അതായത് മഴയുടെ തോതാണ് ഈ വർഷപാതം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ശരാശരി വർഷപാതം 300 സെൻറ്റിമീറ്റർ അഥവാ 3000 മില്ലിമീറ്റർ ആണ്. ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി ഏതാണ്? സ്രാവ്. ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി സ്രാവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര സമൂഹം പണിയർ എന്ന ഗോത്ര വിഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര സമൂഹം ഏതാണ്? പണിയർ. ഇന്ത്യയുടെ അവകാശ പത്രിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവയൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവയൊക്കെ ഏകകോശ ജീവികളാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ലക്ഷദ്വീപാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്ന ജീവി ഏതാണ്? ഈച്ച. ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്ന ജീവി ഈച്ചയാണ്. പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം?
295 ഗ്രാം. പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം 295 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കണ. കണ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? അസ്ഥിയെ. കണ രോഗം ബാധിക്കുന്നത് അസ്ഥിയെയാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി ആരാണ്? മാംസഭോജികളാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിത സസ്യങ്ങളും അവസാനത്തെ കണ്ണി മാംസഭോജികളുമാണ്. നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് കാരണം എന്താണ്? അപവർത്തനം. പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. എന്നാൽ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെഞ്ചുറി. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.